വെൽക്കം ബാക്ക് ടു +2 പൊളിറ്റിക്കൽ സയൻസ് ഓൺലൈൻ വീഡിയോ ക്ലാസ്. എല്ലാവർക്കും +2 പൊളിറ്റിക്കൽ സയൻസ് ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി 8th ചാപ്റ്റർ ഓഫ് +2 പൊളിറ്റിക്കൽ സയൻസ്, റീജിയണൽ ആസ്പിറേഷൻസ്. +2 പൊളിറ്റിക്കൽ സയൻസിലെ 8ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പ്രാദേശിക അഭിലാഷങ്ങൾ എന്ന പാഠഭാഗത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാൻ പോകുന്നത് എക്സ്പ്ലെയിൻ ദ റൂട്ട്സ് ഓഫ് കാശ്മീർ പ്രോബ്ലംസ്. കാശ്മീർ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു നോക്കാം. ബിഫോർ 1947, ജമ്മു ആൻഡ് കാശ്മീർ വാസ് എ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഇറ്റ്സ് ഹിന്ദു റൂളർ ഹരി സിംഗ് വാണ്ടഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് ഫോർ ജമ്മു ആൻഡ് കാശ്മീർ. 1947 മുമ്പ് ജമ്മു കാശ്മീർ ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്നു. ഇവിടുത്തെ ഹിന്ദു ഭരണാധികാരിയായിരുന്ന ഹരി സിംഗ് ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേരുന്നതിന് പകരമായി കാശ്മീരിനെ സ്വതന്ത്ര രാജ്യമായി നിലനിർത്തുവാൻ ആഗ്രഹിച്ചു. പാകിസ്ഥാൻ ക്ലെയിംഡ് ഓവർ ദി കാശ്മീർ ആസ് എ മുസ്ലിം മെജോറിറ്റി സ്റ്റേറ്റ്സ്. നാഷണൽ കോൺഫറൻസ് ലെഡ് ബൈ ഷെയ്ഖ് അബ്ദുള്ള വാണ്ടഡ് ടു ഗെറ്റ് റിഡ് ഓഫ് മഹാരാജ ബട്ട് വാസ് എഗൈൻസ്റ്റ് ജോയിനിങ് പാകിസ്ഥാൻ. എന്നാൽ കാശ്മീരിലെ ഭൂരിഭാഗം ജനങ്ങളും മുസ്ലിങ്ങളായതിനാൽ കാശ്മീർ തങ്ങളുടെ ഭാഗമാണെന്ന് പാകിസ്ഥാൻ വാദിച്ചു. ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രസ്ഥാനം രാജാവിനെ പുറത്താക്കാൻ ശ്രമിച്ചു. ബട്ട് ഇൻ ഒക്ടോബർ 1947, പാകിസ്ഥാൻ സെൻറ്റ് ട്രൈബൽ ഇൻഫിൽട്രേറ്റേഴ്സ് ടു ക്യാപ്ചർ കാശ്മീർ. ദിസ് ഫോഴ്സ്ഡ് ദി മഹാരാജ ഹരി സിംഗ് sign an instrument of accession with the government of India. എന്നാൽ 1947 ഒക്ടോബറിൽ പാകിസ്ഥാനിലെ ഗോത്രവർഗക്കാർ കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറിയതിനെ തുടർന്ന് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കാൻ രാജാവ് നിർബന്ധിതനായി. ഇന്ത്യയുമായി ഒരു ലയന പ്രമാണം ഒപ്പിട്ടതിനു ശേഷമാണ് ഇന്ത്യ രാജാവിനെ സഹായിക്കാൻ തീരുമാനിച്ചത്. India agreed to maintain the autonomy of Jammu and Kashmir. Sheikh Abdullah took over as the Prime Minister of the states of Jammu and Kashmir in March 1948. ഇത് പ്രകാരം ജമ്മു കാശ്മീരിൽ രാജവാഴ്ച അവസാനിക്കുകയും 1948 ഷെയ്ഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിലെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. നെക്സ്റ്റ് വൺ, explain the internal division of the states of Jammu and Kashmir and describe how these led to the multiple regional aspirations in that states. Jammu and Kashmir comprises 3 social and political regions: Jammu, Kashmir and Ladakh. ജമ്മു കാശ്മീരിൽ വിവിധ താൽപ്പര്യങ്ങളിലേക്ക് നയിച്ച ആഭ്യന്തര വിഭാഗങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. ജമ്മു കാശ്മീരിൽ സാമൂഹ്യമായും രാഷ്ട്രീയമായും വ്യത്യസ്തമായ 3 മേഖലകളാണ് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ കാശ്മീർ. കാശ്മീർ എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് കാശ്മീർ റീജിയൻ ആർ സ്പീക്കിംഗ് കാശ്മീരി ആൻഡ് മോസ്റ്റ് ഓഫ് ദംസ് ആർ മുസ്ലിം. കാശ്മീർ ഭാഷ സംസാരിക്കുന്ന കാശ്മീർ മേഖലയിലെ ഭൂരിപക്ഷം പേരും മുസ്ലിങ്ങളാണ്. ഇവിടെ കാശ്മീരി ഭാഷ സംസാരിക്കുന്ന ഹിന്ദുക്കൾ വിരളമാണ്. ജമ്മു. ജമ്മു റീജിയൻ കൺസിസ്റ്റ് ഓഫ് ഹിന്ദുസ്, മുസ്ലിംസ് ആൻഡ് സിഖ്. They are speaking various languages. Ladakh. Ladakh region has very little population which is equally divided between Buddhist and Muslims. മൂന്നാമതായിട്ട് ലഡാക്കാണ്. ജനവാസം കുറഞ്ഞ പർവ്വത പ്രദേശമാണ് ലഡാക്ക്. ഇവിടെ ബുദ്ധമതക്കാരും മുസ്ലിങ്ങളുമാണ് പ്രദേശവാസികൾ അല്ലെങ്കിൽ സ്ഥിരം അന്തേവാസികൾ എന്ന് പറയുന്നത്. Separatist politics which surfaced in Kashmir from 1989. Some demanded a separate Kashmiri nation independent of India and Pakistan. Some others wanted to merge with Pakistan. Besides these, there is a third strand which want greater autonomy for the people of the state within the Indian Union. 1989 മുതൽ ജമ്മു കാശ്മീരിൽ വിഘടനവാദ രാഷ്ട്രീയം രൂപം കൊണ്ടു. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും സ്വതന്ത്രമായ പരമാധികാര സ്വയംഭരണ രാജ്യമാണ് ചിലരുടെ ആവശ്യം. എന്നാൽ മറ്റൊരു വിഭാഗം പാകിസ്ഥാനിൽ ലയിക്കാൻ താൽപ്പര്യപ്പെടുന്നു.
വേറൊരു വിഭാഗം കൂടുതൽ സ്വയംഭരണാവകാശമാണ് ആവശ്യപ്പെടുന്നത്. ഇവർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ താൽപ്പര്യപ്പെടുന്നു. സംസ്ഥാനത്തിന് കൂടുതൽ സ്വയംഭരണാധികാരം വേണമെന്ന് കാശ്മീരി ജനത ആഗ്രഹിക്കുന്നു. എന്നാൽ ജമ്മു, ലഡാക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ തങ്ങളുടെ പ്രദേശങ്ങൾക്ക് സ്വയംഭരണാധികാരം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഡിസ്ക്രൈബ് the external and internal disputes about the status of Kashmir. കാശ്മീരിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും എന്തൊക്കെയാണ് കാശ്മീർ നേരത്തെ അല്ലെങ്കിൽ കാശ്മീർ നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എക്സ്റ്റേണലി, പാകിസ്ഥാൻ ഹാസ് ആൾവേസ് ക്ലെയിംഡ് ദാറ്റ് കാശ്മീർ വാലി ഷുഡ് ബി പാർട്ട് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ എക്സ്റ്റേണലി ആയിട്ട് പറയുകയില്ലെങ്കിൽ പറയുന്നത് പാകിസ്ഥാൻ ഹാസ് ആൾവേസ് ക്ലെയിംഡ് ദാറ്റ് കാശ്മീർ വാലി ഷുഡ് ബി പാർട്ട് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൻ്റെ ഭാഗമാണ് കാശ്മീർ വാലി എന്ന് ആദ്യം മുതലേ പാകിസ്ഥാൻകാർ ആവശ്യപ്പെടുന്നു. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് വൺ പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഡിസ്ക്രൈബ്സ് ദിസ് ഏരിയ ആസ് ആസാദ് കാശ്മീർ. ഈ പ്രദേശം ആസാദ് കാശ്മീർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യ ക്ലെയിംസ് ദാറ്റ് ദിസ് ഏരിയ ഈസ് അണ്ടർ ഇല്ലീഗൽ ഒക്യുപ്പേഷൻ. ഇന്ത്യ പറയുന്നത് ഇത് ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായി പിടിച്ചെടുത്ത പ്രദേശമാണ്. ദസ് കാശ്മീർ ഹാസ് റിമൈൻഡ് എ മേജർ ഇഷ്യൂ ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയുടെയും പാകിസ്ഥാനെയും യുദ്ധത്തിലേക്ക് നയിച്ചത് ഈ കാശ്മീർ വിഷയമായിരുന്നു. Internally, there is a dispute about the special status of Kashmir under Article 370. ആർട്ടിക്കിൾ 370 കാശ്മീരിന് ഒരു പ്രത്യേക പദവി നൽകുന്നുണ്ട്. ഇറ്റ്സ് എ സ്പെഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഗ്രേറ്റർ ഓട്ടോണമി ടു ജമ്മു ആൻഡ് കാശ്മീർ. ആർട്ടിക്കിൾ 370 കാശ്മീരിന് പ്രത്യേക പദവിയും കൂടുതൽ സ്വയം ഭരണാധികാരവും അനുവദിച്ചിരുന്നു. The state had its own constitution. All provisions of the Indian constitutions were not applicable to the states. ഇന്ത്യൻ ഭരണഘടനയിലെ പല വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് ബാധകമായിരുന്നില്ല. Thus, a section of people outside of Jammu and Kashmir demanded that Article 370 should be revoked. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ജമ്മു കാശ്മീരിൽ ബാധകമാകുന്നത് ജമ്മു കാശ്മീർ സംസ്ഥാനം അത് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമായിരുന്നു. In 2019, the Government of India revoked the special status granted under Article 370 to Jammu and Kashmir. 2019 ഇന്ത്യൻ ഗവൺമെൻറ് ആർട്ടിക്കിൾ 370 പിൻവലിക്കുകയും കാശ്മീരിൻ്റെ സ്വയം ഭരണാധികാര പദവി എടുത്തു കളയുകയും ചെയ്തു. As the Prime Minister of Jammu and Kashmir immediately after the accession with India in 1947. 1947 ഇന്ത്യ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള ആയിരുന്നു. What was the significance of Article 37 of Indian Constitution? എന്തൊക്കെയാണ് ആർട്ടിക്കിൾ 37ൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 370 provide special status and greater autonomy to Jammu and Kashmir. ആർട്ടിക്കിൾ 370 കാശ്മീരിന് പ്രത്യേക പദവിയും കൂടുതൽ സ്വയംഭരണാധികാരവും അനുവദിച്ചിരുന്നു. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ജമ്മു കാശ്മീരിന് സ്വന്തം ഭരണഘടന ഉണ്ടായിരുന്നു. ആൾ പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് വെർ നോട്ട് അപ്ലിക്കബിൾ ടു സ്റ്റേറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയിലെ പല വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് ബാധകമായിരുന്നില്ല. Law passed by the Parliament applied to Jammu and Kashmir only if the states agrees. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ജമ്മു കാശ്മീരിൽ ബാധകമാകുന്നത് ആ പ്രദേശം അല്ലെങ്കിൽ ആ സംസ്ഥാനം അത് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമായിരുന്നു. In 2019, the Government of India revoked the special status granted under Article 370 to Jammu and Kashmir. 2019 ഇന്ത്യൻ ഗവൺമെൻറ് ആർട്ടിക്കിൾ 370 പിൻവലിച്ചു. നെക്സ്റ്റ് വൺ, ഡിസ്ക്രൈബ് അബൌട്ട് ദ്രവീഡിയൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദ്രാവിഡ പ്രസ്ഥാനത്തിനെ കുറിച്ച് നോക്കാം.
Dravidian movement was a regional organization in South India. It strongly opposed the Brahmins' dominance and affirmed regional pride against the political, economical and cultural domination of the North. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക പ്രസ്ഥാനമാണ് ദ്രാവിഡ പ്രസ്ഥാനം. ദ്രാവിഡ പ്രസ്ഥാനം പിന്നീട് ദ്രാവിഡ കഴകത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിയിച്ചു. Though the Dravidian movement spoke in terms of the whole of the South India, its activities limited only in Tamil Nadu. ഇതിൻ്റെ പ്രസ്ഥാനം ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചായിരുന്നു ദ്രാവിഡ കഴകത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ പ്രവർത്തനം തമിഴ്നാട്ടിൽ മാത്രമായി ചുരുങ്ങിയിരുന്നു. The Dravidian movement led to the formation of Dravidar Kazhagam, otherwise DK, under the leadership of Tamil social reformer E.V. Ramaswamy Periyar. E.V. Ramaswamy Nayakar അല്ലെങ്കിൽ പെരിയോർ ആയിരുന്നു ദ്രാവിഡ കഴകത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. Later, Dravidar Kazhagam was split and the political legacy of the movement was transferred to Dravida Munneta Kazhagam DMK. പിന്നീട് ദ്രാവിഡ കഴകം പിളർന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകം DMK ആയി രൂപീകരിച്ചു. DMK agitated against making Hindi the country's official language. ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കുന്നതിനെതിരെ DMK സമരം ചെയ്തിരുന്നു. The success of the anti-Hindi agitation of 1965 added to the DMK's popularity. 1965 ഹിന്ദി വിരുദ്ധ സമരത്തിൻ്റെ വിജയം DMKയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. Later, DMK was split and there were two parties, the DMK and the All India Anna DMK. പിന്നീട് DMKയുടെ സ്ഥാപക നേതാവ് അണ്ണാദുരൈയുടെ നിര്യാണത്തോടെ DMK പിളർന്ന് ഓൾ ഇന്ത്യ അണ്ണ DMK രൂപം കൊണ്ടു. DMKയും ഓൾ ഇന്ത്യ അണ്ണ DMKയും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തികളായി മാറി. രണ്ടു പാർട്ടികളും ദ്രാവിഡ പൈതൃകം ആവശ്യപ്പെടുന്നു. Both these parties have dominated politics in Tamil Nadu for the last 4 decades. Which movement led to the formation of Dravidar Kazhagam, Dravidian movement? Who was the founder of Dravida Kazhagam? ദ്രാവിഡ കഴകത്തിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് E.V. Ramaswamy Nayakar. Who started self-respect movement in 1925? ആരാണ് 1925 സ്വാഭിമാന പ്രസ്ഥാനം രൂപീകരിച്ചത്? E.V. Ramaswamy Nayakar. Who is known as Periyar the Respected? ആരെയാണ് പെരിയാർ എന്ന് അറിയപ്പെട്ടിരുന്നത്? E.V. Ramaswamy Nayakar. In which year അകാലിദൾ was formed? 1920. അകാലിദൾ രൂപപ്പെടുന്നത് 1920 Name of the organization led the movement for the formation of Punjabi Subha or Punjabi speaking states. പഞ്ചാബി സംസാരിക്കുന്നവർക്കായുള്ള സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട സംഘടന അകാലിദൾ. In which year states of Punjab and Haryana came into existence? 1966. പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് 1966. Name of the movement which sought to create an independent Sikh states. സിഖുകാർക്ക് സ്വതന്ത്ര രാഷ്ട്രം വേണമെന്നാവശ്യപ്പെട്ട പ്രസ്ഥാനം ഖാലിസ്ഥാൻ മൂവ്മെൻ്റ് ആണ്. Why did the Anandapur Sahib resolution of 1973 became controversial? എന്തുകൊണ്ടാണ് 1973 അനന്തപൂർ കോൺഫറൻസ് പ്രമേയം വിവാദമാകാൻ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ആവാൻ കാരണം? നോക്കാം. ആഫ്റ്റർ ദി റീഓർഗനൈസേഷൻ ഓഫ് പഞ്ചാബ് സ്റ്റേറ്റ്സ് ഇൻ 1966, അകാലിദൾ came to power in 1967 and then in 1977. പഞ്ചാബ് സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം 1967 77 നടന്ന തിരഞ്ഞെടുപ്പുകളിൽ അകാലിദൾ മുന്നണി രൂപീകരിച്ച് അധികാരത്തിലെത്തേണ്ടതായി വന്നു. ബട്ട് ഇൻ ബോത്ത് ഒക്കേഷൻസ് ദേ കുഡ് ഫോം കൊയിലീഷൻ ഗവൺമെൻറ്. പക്ഷേ പഞ്ചാബിലെ ഹിന്ദുക്കളുടെ പിന്തുണ അകാലിദളിന് ലഭിച്ചിരുന്നില്ല. മാത്രമല്ല ഹിന്ദുക്കളോ സിഖുകാരോ ആയ ദളിതരുടെ പിന്തുണ കോൺഗ്രസിനായിരുന്നു.
they did not strong support among the Hindus. Congress got more support among the Dalits, whether Hindu or Sikh, than the Akhalits. Thus, Akhalis passed a resolution at Anandpur Sahib Conference in 1973. ഈ ഒരു സാഹചര്യത്തിലാണ് 1973 അനന്തപൂർ കോൺഫറൻസിൽ ഒരു പ്രമേയം പാസ്സാക്കുകയും ഈ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക സ്വയംഭരണാധികാരം ആവശ്യപ്പെടുകയും ചെയ്തു. In this resolution, they demanded political autonomy for the region. The resolution spoke of the aspirations of the Sikh community. They declared its goal as attaining the Bholbhala dominance of the Sikh. ഈ പ്രമേയത്തിന് വിഘടനവാദത്തിൻ്റെ ധ്വനിയുണ്ടായിരുന്നു. സിഖ് രാഷ്ട്രവാദവും സിഖ് മേധാവിത്വവും അവർ ഉന്നയിക്കാൻ തുടങ്ങി. The resolution was a plea for strengthening federalism. However, it could also be interpreted as a plea for a separate Sikh nation called Khalistan. Soon, the movement turned in the form of armed insurgency. അഖാലിദളിലെ തീവ്രവാദികളായ ചിലർ ഖാലിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം രൂപീകരിക്കണമെന്ന ആവശ്യവും ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നു. നോക്കാം ഇനി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. എന്താണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്? അഖാലി മൂവ്മെൻറ്റ് ടേൺ ഇൻ ദി ഫോം ഓഫ് ആംഡ് ഇൻസർജൻസി. ഭിന്ദ്രൻവാല വാസ് ദെയർ ലീഡർ. They made their headquarters and armed fortress inside the Golden Temple in Amritsar. അഖാലിദളിലെ മിതവാദികളെ ഒതുക്കി തീവ്രവാദികൾ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി സായുധ കലാപത്തിന് തുടക്കം കുറിച്ചു. ഭിന്ദ്രൻവാലയായിരുന്നു അവരുടെ നേതാവ്. അമൃത്സറിലെ പുണ്യക്ഷേത്രമായ സുവർണക്ഷേത്രമായിരുന്നു അവരുടെ താവളവും ആയുധപ്പുരയും. In 1984, the government carried out an army action known as Operation Blue Star. ഇതിനെ തുടർന്ന് 1984 ജൂണിൽ കേന്ദ്ര ഗവൺമെൻറ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയിലൂടെ തീവ്രവാദികളെ ക്ഷേത്രത്തിൽ നിന്നും തുരത്തി. The army could successfully flush out the militant. However, the operation damaged the historic temple and deeply hurt the sentiment of the Sikhs. It led to the assassination of the Prime Minister Indira Gandhi on 31st October 1984. തീവ്രവാദികളെ ക്ഷേത്രത്തിൽ നിന്നും തുരത്തുകയും എന്നാൽ പൗരാണിക ക്ഷേത്രത്തിനുണ്ടായ നാശനഷ്ടം സിഖ് ജനതയുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് കാരണമായി. ഇന്ദിരാഗാന്ധി 1984 ഒക്ടോബർ 31 തൻ്റെ ഗൺമാനായിരുന്ന സിഖുകാരനായ ഗൺമാനായിരുന്ന ആളുടെ വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി കാരണങ്ങൾ എന്തൊക്കെയാണ്, പഞ്ചാബ് കരാർ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സിഖ് വിരുദ്ധ കലാപങ്ങൾ എന്തൊക്കെയാണ്, ദെൻ വടക്ക് കിഴക്കൻ മേഖലകളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മിസോറാമിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആസാമിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു.